Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് വിവോന്റെ ടി സീരീസിലെ ഒരു ഡിവൈസ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് Vivo T2 Pro ആണ്. അപ്പോൾ വിവോൻ്റെ ടി സീരീസ് എന്ന് പറഞ്ഞത് ഒരു പുതിയ സീരീസാണ്. ഇൻഫാക്ട് കഴിഞ്ഞ വർഷം 2022 ഇത് ആദ്യം ഇറങ്ങിയത്. Vivo T1 കഴിഞ്ഞു, T1 Pro വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഈ വർഷം ഇറങ്ങിയത് Vivo T2 വന്നായിരുന്നു. 20,000 രൂപയ്ക്ക് താഴെയാണ് വന്നത്. അത് കഴിഞ്ഞ് T2X വന്നായിരുന്നു. അത് 15,000 റുപ്പീസിന് താഴെ വന്നത്. ഇത് T2 Pro അത് കുറച്ചും കൂടെ പ്രൈസ് കൂടിയതാണ്. പക്ഷേ വളരെ അടിപൊളി ഫീച്ചേഴ്സും സ്പെക്കും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ Vivo T2 Pro ആണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ Vivo T2 Pro ബോക്സ് തുറക്കാം, ഡിവൈസ് കാണിക്കാം, ക്യാമറ സാമ്പിൾസ് കാണാം, എല്ലാം തന്നെ നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. Vivo T2 Pro എന്ന് എഴുതി കാണാം. പിന്നെ സൈഡിൽ ബാക്കി വേറെ ഒന്നും തന്നെ എഴുതിയില്ല. അവിടെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. Dimensity 7250 5G പ്ലാറ്റ്ഫോം, 120 Hz കർവ്ഡ് AMOLED ഡിസ്പ്ലേ, 64 MP OIS ക്യാമറ, സ്മാർട്ട് ഓറ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. 25,000 രൂപയ്ക്ക് താഴെ വരുന്നതാണ്. ആ റേഞ്ചിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഡ്യൂൺ ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ്. 8GB റാമും 256GB സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ ഒരു 128GB സ്റ്റോറേജും ഉണ്ട്. 1.29 ആണ് ഹെഡ് സാറ്, 1.14 ആണ് ബോഡി സാറ് വരുന്നത്. എല്ലാ 5G ബാൻഡ് സപ്പോർട്ട് ഉണ്ടില്ല, അത്യാവശ്യം എല്ലാ 5G ബാൻഡ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. അപ്പോൾ രണ്ട് കളേഴ്സിലാണ്, ബ്ലാക്കും ഉണ്ട് പിന്നെ ഒരു ഗോൾഡ് കളറും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വെക്കാം. ബോക്സിനകത്ത് എന്തൊക്കെ വരും നമുക്ക് നോക്കാം. പിന്നെ അതൊരു കേസാണ്. പിന്നെ ഒരു ഇൻഫർമേഷൻ ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതിനൊപ്പം തന്നെ നമുക്കൊരു ചാർജിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് USB Type-C ചാർജിങ് കേബിൾ, ഒരു സിം ഇജക്റ്റ് പിന്നെ നമുക്ക് ഒരു വിവോൻ്റെ ഫ്ലാഷ് ചാർജാണ്. 66 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് Vivo T2 Pro. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. നമുക്കറിയാം ഇത് ബാക്കിൽ ഗ്ലാസ് ഫിനിഷാണ്, അതേപോലെ തന്നെ വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടില്ലേ, വളരെ സ്ലീക്ക് ലുക്കിംഗ് ഡിവൈസാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ വിവോൻ്റെ ഫോൺസൊക്കെ പുതിയ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. അപ്പോൾ ഇതും തന്നെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡിവൈസാണ്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇത് സാൻഡ് ഡ്യൂൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ മണലിൻ്റെ ആ ഒരു ഫീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ബാക്കിൽ ഈ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻഹാൻഡ് ഫീൽ വളരെ സ്ലിമ്മാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7.36 mm ആണ് തിക്നെസ് വരുന്നത്. അതേപോലെ തന്നെ ഇത് വെറും 176 grams വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റ് ഡിവൈസാണ് നമുക്ക് പറയാം. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്, ഇൻ ഹാൻഡ് ഫീൽ കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ക്യാമറ ലേ ഔട്ട് കാണാം, ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇത് ഓറ ലൈറ്റിംഗ് കാണാം. അതേപോലെ തന്നെ ഇവിടെ OIS പോർട്രേറ്റ് ചെയ്താണ്, വിവോൻ്റെ ബ്രാൻഡിങ് കാണാം. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. പ്രൊഫഷണൽ പോർട്രേറ്റ്സ് കാണാം, മൈക്രോഫോൺ കാണാം. ഇവിടെ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ട്രേന്, USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ്. ഇതിനകത്ത് സിംഗിൾ സ്പീക്കറേ സപ്പോർട്ടഡ് ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റൈലിൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഡിവൈസാണ്. ഫുൾ ഗ്ലാസ് ആണ്, നല്ലൊരു പ്രീമിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കണ്ടില്ലേ, കേർവ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല മിനിമൽ ബെസൽസ് ആണ്, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസും വളരെ മികച്ചതാണ്. ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റും കാണാൻ സാധിക്കും. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഞാനൊന്ന് എടുക്കാം. 120 Hz, 60 Hz സ്മാർട്ട് സ്വിച്ച് ഉണ്ട്. അപ്പോൾ 60 Hz 120 Hz നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കളർ സെറ്റിംഗ്സ് ഒക്കെ തന്നെ നല്ലതാണ്. പിന്നെ വളരെ വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ല ഒരു അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഞാനിത് യൂസ് ചെയ്യുന്ന തുടങ്ങിയിട്ട് ഇപ്പോൾ ആക്ച്വലി ഓൾമോസ്റ്റ് 1 വീക്കായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. 388 പിക്സൽസ് പെർ ഇഞ്ച് ആണ്. മാക്സിമം ബ്രൈറ്റ്നസ് പറഞ്ഞാൽ 1300 nits ആണ് വരുന്നത്. 105% NTSC കളർ ഗ്യാമത്താണ് വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2400x1080p റെസൊല്യൂഷൻ, അതായത് ഫുൾ HD റെസൊല്യൂഷനാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ ആണ്, പ്രത്യേകിച്ച് കേർവ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വ്യൂഡ് പാൻ്റാണ്. മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ല
നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം വിവോൻ്റെ ഡിവൈസൊക്കെ തന്നെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. അപ്പം ഫൺ ടച്ച് OS ഇത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 റൺ ചെയ്യുന്നത്. അപ്പോൾ വിവോൻ്റെ ഫൺ ടച്ച് OS നമുക്കറിയാം അപ്ഡേറ്റ് സൈക്കിൾസ് ഒക്കെ നല്ല രീതിയിൽ തരുന്ന ഒരു OS ആണ്. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് 13 ഫൺ ടച്ച് OS 13 ആണ് വരുന്നത്. അപ്പോൾ അപ്ഗ്രേഡ് സൈക്കിളിനെ കുറിച്ച് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ UI എക്സ്പീരിയൻസ് നോക്കാം. അപ്പോൾ UI നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും തന്നെ കാണുന്നില്ല. സിസ്റ്റം അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ 2.8 GHz ഡിമെൻസിറ്റി 7200 ചിപ്പാണ്, 8 GB റാമും 256 GB സ്റ്റോറേജുമാണ്. ഒരു വേരിയൻ്റേ ഉള്ളൂ, അതായത് 8 GB റാം മാത്രമേ ഉള്ളൂ. അതേപോലെ 128 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഓപ്ഷൻസ് വരിക വെച്ചാൽ. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഡൈനാമിക് എഫക്ട്സ് ഉണ്ടല്ലേ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അനിമേഷൻ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിന് അത് പോകണമെന്ന് വെച്ചാൽ ബ്ലോട്ട്വെയർ സീനും നോക്കാം. അപ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർസ് ആക്ച്വലി ഇൻസ്റ്റാൾഡ് ആണ്. ഒരുപാട് ഗെയിംസ് ആണ് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ. ടൈൽ മാസ്റ്റർ, സോണി ലീവ്, സ്പോട്ടിഫൈ, സ്നാപ്ചാറ്റ്, റോയൽ മാച്ച്, റോളിംഗ് ട്വിൻസ്, അങ്ങനത്തെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്. അത് പിന്നെ ഡിസേബിൾ ചെയ്യാം, പക്ഷേ എന്നാലും അത്യാവശ്യം കുറച്ചധികം തന്നെ ഇതുണ്ടല്ലേ, എന്താ പറയുക, പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് കുറേ ഉണ്ട്. ഇതിൻ്റെ വേറെയും കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. അപ്പോൾ UI അത്രയ്ക്ക് ക്ലീൻ അല്ല, പക്ഷേ എന്നാലും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. വീണ്ടും തന്നെ ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ UI എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിന് കഴിഞ്ഞ് നമുക്ക് ഇനി പ്രോസസ്സറിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഡിമെൻസിറ്റി 7200 ചിപ്പാണ്. നമുക്കറിയാം ഡിമെൻസിറ്റി 7000 ഒരു മിഡ് റേഞ്ച് നല്ല ഒരു ചിപ്പാണ്, ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് 8 GB റാമാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് LPDDR4X റാമാണ് വരുന്നത്. LPDDR5ഉം LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 7 lakh ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഡിമെൻസിറ്റി 7200 വെച്ച് കുറച്ചധികം ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം നല്ല എക്സ്പീരിയൻസ് വരുന്ന ഫോൺസാണ്. അറൗണ്ട് 6.5 lakh to 7 lakh ഒക്കെയാണ് ഇതിന് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ അത് നല്ല സ്കോറായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റ് അറൗണ്ട് 25,000 പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ഒരു പെർഫോമിംഗ് ചിപ്പാണെന്ന് പറയാം. ഡെഫിനറ്റ്ലി കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല പെർഫോമൻസ് ചിപ്പാണ്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് അത് സിംഗിൾ സ്പീക്കറുള്ളൂ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. പക്ഷേ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പ്രോബ്ലി നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലൗഡാണ്, പക്ഷേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണ്ട ഒരു ആസ്പെക്റ്റ് ആയിരുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പിന്നെ ഡ്യുവൽ സിം കാർഡ്, 5G സപ്പോർട്ട് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ഞാൻ 5G ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. കോൾ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഡീറ്റെയിലായി ടെസ്റ്റ് ചെയ്ത് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് പറയാം. പിന്നെ ഇതിനകത്ത് IP52 റേറ്റിംഗ് ഉണ്ട്. IP52 എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് എന്താ പറയുക പ്രൊട്ടക്ഷനേ ഉള്ളൂ. അതായത് ജസ്റ്റ് സ്പ്ലാഷ് ഓഫ് വാട്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. IP52 റേറ്റിംഗ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് എടുക്കാം. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആസ്പെക്റ്റാണ് ക്യാമറാസ്. ഇതിനകത്ത് 64 MP OIS ക്യാമറയാണ്. അതേപോലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് മുൻതൂക്കം കൊടുത്ത ഒരു ഡിവൈസാണ്. f1.9 അപ്പേച്ചറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിനകത്ത് മാക്രോ സെൻസറും ഇല്ല, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ ആ രണ്ടെണ്ണം മിസ്സിംഗ് ആണ്. ബൊക്കെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത് പോർട്രേറ്റ്സിന് വേണ്ടി. അപ്പോൾ ക്യാമറ UI നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ക്യാമറ UI നമ്മൾ ടിപ്പിക്കൽ ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഓറ ഫ്ലാഷ് ലൈറ്റ്, അത് എന്ന് വെച്ചാൽ ഓറ ലൈറ്റ് ഇതുണ്ടല്ലേ, ഈ ലൈറ്റ് വെച്ചാണ് നമുക്ക് ഓറ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യുന്ന ഓറ ലൈറ്റാണ്. അല്ലെങ്കിൽ ഫ്ലാഷ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ നമുക്ക് സാധിക്കും. പിന്നെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ 4K 30 FPS ഉണ്ട്, 4K 60 ഇല്ല, 4K 30, 1080p 60 and 30 FPS ഉണ്ട്. സ്റ്റെബിലൈസേഷൻ കണ്ടില്ല, സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. അതിനൊപ്പം തന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതെല്ലാം വിവോൻ്റെ T2 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ സാമ്പിൾസ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പോർട്രേറ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ലോ ലൈറ്റ് ആണെങ്കിലും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ റെക്കോർഡിങ്ങും കുഴപ്പമില്ല. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും മാക്രോ ക്യാമറയും ഇല്ല എന്നുള്ളതാണ് ആ ഒരു ആസ്പെക്ട്. പക്ഷേ എനിക്ക് ഒരു 8 MP അൾട്രാ വൈഡ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. മാക്രോ ക്യാമറ പൊതുവെ എനിക്ക് വലിയ താല്പര്യമില്ല. 2 MP ആണെങ്കിൽ സ്കിപ്പ് ചെയ്യണതിനെയാണ് നല്ലത്. പക്ഷേ 8 MP അൾട്രാ വൈഡ് പ്രോബ്ലി കൊടുക്കാമായിരുന്നു. എങ്കിലും എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസിനെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് 4600 mAh കപ്പാസിറ്റി ബാറ്ററിയും അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 66 watt ചാർജിങ് സപ്പോർട്ടാണ്. അറൗണ്ട് ലെസ് ദാൻ ആൻ അവർ എടുക്കുന്നതാണ് എനിക്ക്
എനിക്ക് തോന്നുന്നു. ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. പക്ഷേ എനിക്ക് ബാറ്ററി ലൈഫ് എനിക്ക് കുഴപ്പമില്ല തോന്നി. പൊതുവെ വിവോൻ്റെ ഡിവൈസൊക്കെ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് പറയും. ജസ്റ്റ് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ ആണ്, അപ്പോൾ റിവ്യൂ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ടെസ്റ്റിംഗ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Vivo T2 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈൻ, അടിപൊളി ഡിസൈനാണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ ബാറ്ററി ലൈഫും കുഴപ്പമില്ല. ഇതിൻ്റെ പോരായ്മകൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മിസ്സിംഗ് ആണ്. അതിനൊപ്പം തന്നെ പ്രോബ്ലി കുറച്ച് ബ്ലോട്ട് വേസും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല, എങ്കിലും എല്ലാ ഫോണിലും ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു കോമൺ കോൺ എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇതാണ് എനിക്ക് തോന്നിയ ബേസിക് ടെസ്റ്റിങ്ങിലൂടെ തോന്നിയ പ്രോസ് ആൻഡ് കോൺസ്. ഇത് ഡീറ്റെയിൽ പ്രോസ് ആൻഡ് കോൺസ് അല്ല കേട്ടോ, ഞാൻ അൺബോക്സിംഗ് ആയതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു Vivo T2 Proൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.